നമസ്കാരം. മുൻ US പ്രസിഡന്റും ഇത്തവണ അമേരിക്കയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് മറ്റൊരു വധശ്രമത്തിൽ നിന്നുകൂടി കഷ്ടിച്ച് രക്ഷപ്പെട്ട ഞെട്ടിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം ലോകമറിഞ്ഞത്. ഫ്ലോറിഡയിലെ ഒരു ഗോൾഫ് കോഴ്സിന് പുറത്ത് വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായതെന്നാണ് FBI പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 58-കാരനായ റയാൻ വെസ്ലി റൂത്ത് എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോർത്ത് കരോളിനെ ഗ്രീസ്ബോറോയിൽ നിന്നുള്ള മുൻ നിർമ്മാണ തൊഴിലാളിയാണ് പിടിയിലായ റയാൻ റൂത്ത്. ഇയാൾക്ക് സൈനിക പശ്ചാത്തലം ഒന്നും തന്നെ ഇല്ലെന്നാണ് വിവരം. എങ്കിലും റയാൻ റൂത്ത് കടുത്ത ട്രംപ് വിരോധിയും അതിലുപരി യുക്രൈൻ അനുകൂല നിലപാടുകൾ വെച്ച് പുലർത്തുന്ന ആളുമാണ്. 2022 റഷ്യൻ അധിനിവേശത്തിന് ശേഷം യുക്രൈനു വേണ്ടി സായുധ പോരാട്ടത്തിൽ പങ്കെടുക്കാനുള്ള കടുത്ത ആഗ്രഹം ഇയാൾ പ്രകടിപ്പിച്ചിരുന്നു. യുക്രൈനു വേണ്ടി പൊരുതി മരിക്കാനുള്ള സന്നദ്ധതയും റൂത്ത് മുൻപ് തന്റെ എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു. ചൈനയെ സഹായിക്കണം എന്നതുൾപ്പെടെ നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ വാട്സപ്പ് ബയോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കേവലം ഓൺലൈനിലൂടെയുള്ള ആഹ്വാനങ്ങളിലുപരി നേരിട്ട് പല പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ടെന്നാണ് വിവരം. 2023 ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കാനും അഫ്ഗാൻ സൈനികരെ റിക്രൂട്ട് ചെയ്യാനുമായി യുക്രൈനിലേക്ക് താൻ യാത്ര ചെയ്തതായി റൂത്ത് അവകാശപ്പെട്ടിരുന്നു. 2002 ഗ്രീസ്ബോറോയിൽ ആയുധവുമായി കെട്ടിടത്തിനുള്ളിൽ ബാരിക്കേഡ് തകർത്ത് കയറിയ കേസിലും മുൻപ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് വിവരം. കടുത്ത വകുപ്പുകളൊക്കെയാണ് ചുമത്തിയതെങ്കിലും ഈ കേസിൽ പിന്നീട് ഇയാൾക്കെതിരെ ശിക്ഷ വിധിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ വ്യക്തമല്ലെന്നാണ് വിവരം. ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിന് സമീപം സുരക്ഷാ സേന വെടിയുതിർത്തതോടെ റൂത്ത് ഒളിച്ചിരുന്ന ഇടത്തു നിന്ന് ഓടി കാറിൽ കയറി സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ പിന്നീട് ദൃക്സാക്ഷികളുടെ സഹായത്തോടെ ഈ കാർ തിരിച്ചറിയുകയും പിന്നീട് ഇയാളെ പിടിക്കുകയുമായിരുന്നു. സ്കോപ്സ് ഘടിപ്പിച്ച ഉയർന്ന ശക്തിയുള്ള AK-47 സ്റ്റൈൽ റൈഫിലും ഒരു GoPro ക്യാമറയും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. നേരത്തെ പെൻസിൽവാനിയയിൽ ഒരു റാലി അഭിസംബോധന ചെയ്യവേ ട്രംപ് മറ്റൊരു വധശ്രമത്തിന് ഇരയായിരുന്നു. ഇത് നടന്ന മാസങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും പുതിയ ആക്രമണം നടന്നിരിക്കുന്നത്. അതിനിടെ ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്ന വധശ്രമത്തെ അപലപിച്ച് ടെസ്ല എക്സ് CEO എലോൺ മസ്ക് രംഗത്തെത്തിയിരുന്നു. ട്രംപിനെതിരെ മാത്രം എല്ലായ്പ്പോഴും വധശ്രമം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിനെ വധിക്കാൻ ആരും ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്നും മസ്ക് ചോദ്യം ഉന്നയിച്ചിരുന്നു. എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് മസ്ക് ഈ കാര്യങ്ങൾ കുറിച്ചത്. എന്നാൽ ഈ ഒരു ട്വീറ്റ് വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പിന്നാലെ മസ്ക് ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.